ചേലക്കരയിൽ 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി 4 ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം. ചേലക്കര പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. ദേശമംഗലം ഗ്രാമത്തിലെ സാധാരണ ജനങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ച് രചിച്ച സിദ്ദി കുളപ്പുറത്തിന്റെ കവിതാ സമാഹാരത്തിന്റെ പ്രകാശന കർമ്മം ജനുവരി 3 വെള്ളിയാഴ്ച നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ദേശമംഗലത്തിന്റെയും വെള്ളത്തോന്നകളുടെയും വരവൂര് പഞ്ചായത്തിന്റെയും സാമീപ്യം കൊണ്ട് ഭാരതപ്പുഴയുടെ സാമീപ്യം കൊണ്ട് അനുഗ്രഹീതമായ പള്ളം പ്രദേശത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനം പരിഗണിച്ചുകൊണ്ട് അതിനുവേണ്ടി സംഘടിപ്പിച്ച ഒരു പള്ളം വികസന സമിതി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 200 ചില്ലാനം പേര് ആ ഗ്രൂപ്പിലുണ്ട്. അതിൻ്റെ സെക്രട്ടറിയാണ് കെ സിദ്ദീഖ് എന്ന് പറയുന്ന നമ്മുടെ പുതിയ കവി, കുളപ്പുറത്ത് സിദ്ദീഖ്. അദ്ദേഹത്തിന് ചെറുപ്പം മുതൽ കവിതാ വാസന ഉണ്ടെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ ഇത്രമാത്രം ഒരു സ്വന്തമായിട്ട് പുസ്തകം എഴുതുവാനുള്ള ശേഷി ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല. എന്നിരുന്നാലും അടുത്ത കാലത്ത് അദ്ദേഹം ഇങ്ങനൊരു പുസ്തകം എഴുതി തീർത്തിട്ടുണ്ട് എന്നുള്ള വിവരം ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ പുസ്തകം ഞങ്ങൾ കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കിയതിന് ശേഷം ഇത് ഇങ്ങനെ പോരാ, ഇത് വളരെ വ്യാപകമായ നിലയിൽ പള്ളത്ത് ഒതുക്കി നിർത്താതെ പുറം ലോകവും അറിയണം. അതിനുവേണ്ടി നമ്മൾ അതിനൊരു പ്രകാശന കർമ്മം നിർവഹിക്കാൻ ഒരു സംഘാടക സമിതിയൊക്കെ ഉണ്ടാക്കി സ്വാഗത സംഘം രൂപീകരിച്ചു. ആ സ്വാഗത സംഘത്തിൻ്റെ കീഴിലായിട്ട് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ വൈകുന്നേരം ഉച്ചതിരിഞ്ഞ് ഇതിൻ്റെ പ്രകാശന കർമ്മത്തിൻ്റെ ഉദ്ഘാടനം റഫീഖ് അഹമ്മദ് നിർവഹിക്കും. പരിപാടികളുടെ ഉദ്ഘാടനം ശ്രീ സ്ഥല MLA UR പ്രദീപ് നിർവഹിക്കുന്നതാണ്. കേരളത്തിൽ അകത്തും പുറത്തുമുള്ള പ്രസിദ്ധരായ പല ആളുകളും തൊട്ടടുത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവികളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള പ്രഗത്ഭരൊക്കെ അതിലുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഉദ്ദേശിക്കാൻ കാരണം പുസ്തകം ഞങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ ഞങ്ങളുടെ അറിവ് വെച്ച് നോക്കുമ്പോൾ അതേപോലെ പുസ്തകത്തെ സംബന്ധിച്ച് പരിചയമുള്ള ആളുകളും പറഞ്ഞു നോക്കുമ്പോൾ അതൊരു ഭാവി പ്രതീക്ഷയുള്ളൊരു പുസ്തകമാണ്. മിക്കവാറും സംസ്ഥാന ഗവൺമെൻറ് സമ്മതിക്കുകയാണെങ്കിൽ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ വരാനുള്ള സാധ്യത പോലും അതിനുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ദേശമംഗലം ഗ്രാമത്തിലെ സാധാരണക്കാരായ നാട്ടുകാരുടെ വിവരങ്ങൾ ശേഖരിച്ച് പള്ളം സ്വദേശിയായ സിദ്ദി കുളപ്പുറത്ത് രചിച്ച കവിതാ സമാഹാരം വേറിട്ട ഒരു അനുഭവ സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്. സിദ്ദി കുളപ്പുറത്ത് രചിച്ച കവിതാ സമാഹാരത്തിന്റെ പ്രകാശന കർമ്മം ഡിസംബർ 3 വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് നടത്തുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട കവി സിദ്ദീഖിന്റെ ബുക്ക് പ്രകാശനം നാളെ വൈകിട്ട് 4 മണിക്കാണ് നടത്തപ്പെടുന്നത് പള്ള സെൻറ്ററിൽ വെച്ചിട്ട്. ആ പരിപാടിയുടെ ഉദ്ഘാടകൻ നമ്മുടെ മണ്ഡലത്തിലെ പ്രിയപ്പെട്ട MLA UR പ്രദീപാണ്. ബുക്ക് പ്രകാശനം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലറിയപ്പെട്ട പ്രഗത്ഭനായ ഗാനരചയിതാവ് റഫീഖ് അഹമ്മദാണ്. മറ്റു ജനറൽ സെക്രട്ടറി പറഞ്ഞ മാതിരി പ്രഗത്ഭരായിട്ടുള്ള നിരവധി ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മാഷ് പറഞ്ഞ മാതിരി നമുക്ക് വളർന്നു വരുന്ന ഒരു വലിയ കവിയാണ്. ആ കവിയെ നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ഗ്രാമവാസികളെക്കുറിച്ചുള്ള കവിതാ സമാഹാരം ഇറങ്ങുന്നതിൽ വളരെ സന്തോഷത്തിലാണ് നാട്ടുകാർ. പരിപാടിയുടെ ഉദ്ഘാടനം MLA UR പ്രദീപ് നിർവഹിക്കും. ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരൻ റഫീഖ് അഹമ്മദ് ദേശമംഗലം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയരാജ്, പ്രശസ്ത എഴുത്തുകാരൻ പന്നിത്തടം KS ഹംസ, ഗിന്നസ് സത്താർ, വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ എന്നിവർ പങ്കെടുക്കും. ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ഷാജി പള്ളം, KK മുഹമ്മദ്, ഉമ്മർ കുണ്ടുംപറമ്പിൽ, കവിതാ രചയിതാവ് സിദ്ദി കുളപ്പുറത്ത് എന്നിവർ പങ്കെടുത്തു. എൻ്റെ നാട് എന്ന എൻ്റെ കവിത ഞാൻ അത് ഒരുപാട് കാലം മുൻപേ ഉള്ള ഒരു വാസനയായിരുന്നു എനിക്കത്. പിന്നീട് അത് 2-3 പേരൊക്കെ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അക്ഷരജാലക്കാരോട്. അവരാണ് അതിൻ്റെ പ്രസിദ്ധീകരണം അവരാണ്.
അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എൻ്റെ നാട് എന്നതിനേക്കാൾ കൂടുതൽ അതൊരു മനസ്സ് തട്ടിയ വാക്കായതുകൊണ്ട് ആ പേരെന്നെ മതി എന്ന് പറഞ്ഞു. പിന്നെ കുറച്ചുണ്ടായിരുന്നു, അതിന് തിരഞ്ഞെടുത്ത് കുറച്ച് കവിതകളേ ഉള്ളൂ ഇതിൽ. ബാക്കിയുള്ളതിന് എഴുതാൻ എഴുതി പൂർത്തിയാവാത്ത കുറേ ഉണ്ട്. പിന്നെ എൻ്റെ നാട് എന്നാൽ അതൊരു എല്ലാവർക്കും അതെ, സ്വന്തം നാടിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ടാകും അവർക്ക്. ആ നാട് എന്നാൽ അവരുടെ സ്വർഗം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെ പറ്റിയിട്ടൊക്കെയാണ് എഴുതിയിട്ട് പിന്നെ എല്ലാ കാര്യങ്ങളെയും പ്രതിപാദിച്ച് നമ്മളെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ചില ആൾക്കാരുടെ വ്യക്തിത്വങ്ങളെ പറ്റി, അതുപോലെ പിന്നെ നാടിൻ്റെ ശോചനീയാവസ്ഥയെ പറ്റി എല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.